വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ രണ്ട് കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഓഫ് ഇൻ്റഗ്രേഷൻ കുറേ റിസൾട്ട്സ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു പ്രോബ്ലം നോക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഡിനോട്ടഡ് ബൈ IVP. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം A into y dash is equal to B minus K. A, B, K are constants, arbitrary constants. Given the initial value y of 0 is equal to 0. What do you mean by y of 0 is equal to 0? Y of 0 is equal to 0 means in the solution y is equal to y of x. If x is equal to 0, then the value of y is equal to 0. When x is equal to 0, y is equal to 0. Okay? Then solve this initial value problem. Then the given problem is A into y dash means dy by dx is equal to b minus ky. ആ ഇക്വേഷന് എന്ത് ചെയ്യാം, വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കുക. വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ദാറ്റ് മീൻസ് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, എക്സും ഡി എക്സും ഒരുമിച്ച്. അപ്പോൾ ദ ടൈംസ് ഓഫ് വൈ ആൻഡ് ഡി വൈ ടുഗദർ ക്യാൻ ബി സെപ്പറേറ്റ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഈ ബി മൈനസ് കെ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതെന്താ വരുന്നത്, എ ഇൻറ്റു ഡി വൈ. ബി മൈനസ് കെ ഇപ്പുറം വന്നാൽ ഡിനോമിനേറ്റർ വരും ബി മൈനസ് കെ വൈ ഈസ് ഈക്വൽ ടു ഇ ഡി എക്സ് ഇപ്പുറത്തേക്ക്. അതായത് എ ഇൻറ്റു ബി മൈനസ് കെ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ ബി മൈനസ് കെ വൈ ഈസ് ഈക്വൽ ടു ഡി എക്സ്. വാട്ട് അബൌട്ട് ദിസ് റെപ്രസെൻറ്റേഷൻ? വൈ ഡി വൈ ഒരുമിച്ചാണ്, ഡി എക്സ് എക്സിൻ്റെ ഇല്ല, ഡി എക്സ് വരെ മീൻസ് which is in variable separable form. അല്ലേ? ഇത് a function of y into dy is equal to another function of x into dx എന്ന ഫോമിലാണ്. Then if the equation is in variable separable form, the solution is obtained by direct integration. Okay? Then integrating the solution is രണ്ട് വശത്ത് integrate ചെയ്യുക. Integral a into dy divided by b minus ky is equal to integral dx. That is take a outside. The dy divided by b minus ky. dy divided by b minus ky means dy divided by first degree ആണ്. ax plus b എന്നുള്ള ഫോം, dx divided by ax plus b എന്നുള്ള ഫോമില. എന്നാൽ വാട്ട് ഈസ് ദിസ് വൺ? b minus ky is equal to u എന്ന് കൊടുത്താൽ ഇതെന്താ വരുന്നത്, dy is equal to minus du എന്ന് അല്ലേ? എന്നാൽ 1/u ആയാൽ അതിൻ്റെ ഇന്റഗ്രൽ എന്തായിരിക്കും, log അതാണ്. a into 1 divided by b minus ky അതിൻ്റെ ഇന്റഗ്രൽ 1 divided by ax plus b എന്താണ്, log of ax plus b divided by a. b minus k 1 divided by b minus ky integral is equal to log of b minus ky. And again the derivative of y is equal to minus k. log of ax plus b 1 divided by ax plus b ആണെങ്കിൽ ഏതാണ്, 1 divided by ax plus b ആണ് ഇന്റഗ്രൽ ഏതാണ്, log ax plus b divided by a ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് ax എന്നുള്ളതിൻ്റെ a വരും. അതേപോലെ തന്നെ 1/u log u log b minus k. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ b ഡെറിവേറ്റീവ് 0 മൈനസ് k ഇൻറ്റു ഡി വൈ. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1 ആണ്. എന്നാൽ ആ മൈനസ് k കൊണ്ട് ഡിവൈഡ് ചെയ്യും. log ax plus b divided by a equal to integral of dx x plus c. Second, that is the solution. ഇനി ആ സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി, the given condition y of 0 is equal to 0. That means when x is equal to 0, given y of 0 is equal to 0. Then in this solution, if x is equal to 0, in the place of x you take 0, then the value is also is equal to 0. നമ്മൾ എങ്ങനെ എടുക്കുന്നത്, മൈനസ് എ ബൈ കെ ലോഗ് ബി മൈനസ് കെ വൈ. വൈയുടെ വാല്യൂ 0 ആണ്, കാരണം x 0 ആയ y 0 തന്നിട്ടുണ്ട്. അന്നേരം മൈനസ് എ ബൈ കെ ലോഗ് ബി ഈക്വൽ ടു ഇവിടെ x 0 ഈക്വൽ ടു c. എന്നാൽ ആ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ എന്തായിരിക്കും, ഇതാണ്. ഇനി ആ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൊല്യൂഷൻ ഏതാ നോക്കിക്കേ, മൈനസ് എ ബൈ കെ ലോഗ് ബി മൈനസ് കെ വൈ. മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ന്യൂമറേറ്റർ അത് മൈനസ്. എന്നാൽ ലോഗ് ബി മൈനസ് കെ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. സി ഈസ് ഈക്വൽ ദിസ് വാല്യൂ മൈനസ് എ ബൈ കെ ലോഗ് ബി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഫോർ എക്സ് ഈസ് ഈക്വൽ ടു ഈ ടേബിൾ ഞാൻ പുറത്തേക്ക് കൊടുക്കുക. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നത് എക്സ് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് എ ബൈ കെ ലോഗ് ബി ഇപ്പോൾ വന്നാൽ പോസിറ്റീവ് ആകും. അന്നേരം എ ബൈ കെ ലോഗ് ബി മൈനസ് ദിസ് വൺ മൈനസ് എ ബൈ കെ ലോഗ് ബി മൈനസ് കെ ബൈ. ഓക്കെ, ദെൻ രണ്ടിനകത്ത് നോക്കിയേ എ ബൈ കെ കോമൺ ആണ്.
എ ബൈ കെ ഔട്ട്സൈഡിലേക്ക് എടുക്കുക. എന്നാൽ എ ബൈ കെ ഔട്ട്സൈഡ് എടുത്താൽ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ എ ബൈ കെ ഇതിലുമുണ്ട് ഇതിലുമുണ്ട്. ടേക്ക് എ ബൈ കെ കോമൺ ഔട്ട്സൈഡ്. ദെൻ ബ്രിങ് ദാറ്റ് എ ബൈ കെ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എന്നാൽ ഇവിടെ കെ ഡിനോമിനേറ്റർ ഇപ്പോഴും ന്യൂമറേറ്ററിൽ വരും. എ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അപ്പോൾ കെ എക്സ് ബൈ എ കെ എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു അല്ലേ കെ എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു log of b minus log b minus k. Log m minus n is equal to log m minus log n is equal to log of m divided by n. Another log of b divided by b minus k. Okay, that's a bit clear. That is k by k common at our cylinder. That's perfect. K x divided by a is equal to log m minus log m. Log m minus log n is equal to log m divided by n. Log b divided by b minus k. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാം? ലോഗ് ആൻറ്റി ലോഗർ കൺസിഡർ ചെയ്യാം. ആൻറ്റി ലോഗർ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കുന്നതാണ് ലോഗ് ഇ റേസ് ടു അതാണ് ആൻറ്റി ലോഗർ. ഇ റേസ് ടു ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു ലോഗ് വൈ ഈസ് ഈക്വൽ ടു വൈ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ ടൈം കിട്ടാൻ വേണ്ടി വൈ ടൈം കിട്ടാൻ വേണ്ടി രണ്ട് വശത്ത് ഇ റേസ് ടു എടുക്കുക. Therefore ഇ റേസ് ടു കെ എക്സ് ബൈ എ that means taking ആൻറ്റി ലോഗർ ഇ റേസ് ടു കെ എക്സ് ബൈ എ ഈക്വൽ ടു ഇവിടെ ഇ റേസ് ടു ലോഗ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ബി മൈനസ് കെ. That is e raised to kx by a is equal to e raised to log of b divided by b minus k. Okay? Therefore, b minus k by ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ ഈ ഡിനോമിനേറ്റർ എടുത്ത് ന്യൂമറേറ്ററിലേക്ക് വരും. ഈ e raised to kx by അപ്പുറത്തേക്ക് വരും. Or b minus ky is equal to b divided by e raised to kx by a. Or which is the solution of the given differential equation. എന്നാലും ഇതെന്തായിരിക്കും അറിയാമോ? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്കാണ്. എന്നാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കുള്ള ഈ ഒരു കണക്ക് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിലേക്ക് പകർത്തുക. എന്നാൽ ആദ്യമേ ഇത് സ്ക്രീൻ ഷോട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോബ്ലം വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം അതുപോലെ നോട്ടിലേക്ക് പകർത്തുക. ഓക്കെ, അതൊന്ന് വേഗം സേവ് ചെയ്യുക എന്നിട്ട് പകർത്തുക. Then solve this differential equation. Solve x log x into y dash is equal to y. X log x y dash is equal to y. What is the order of the differential equation? Since the term y dash exists, that means the first order. First order ordinary differential equation. And the partial derivatives exist in it. ആദ്യമേ ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം. ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യേണ്ടത് എന്താണെന്നാണ്? Examine whether the variables can be separable, can be separated. എന്നാൽ ഇതിനെ x into log x y dash makes dy by dx is equal to y. Given equation. അതിന് ഈ dy യും y യും ഒരുമിച്ച് അതുപോലെ x-ന്റെ ടേമും dx ഒരുമിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ y പുറത്തേക്ക് കൊണ്ടുവരിക. That is dy divided by y is equal to അല്ല ഇവിടെ നമ്മുടെ ടേം ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരും. is equal to ഇവിടെ dx ഡിനോമിനേറ്റർ ഉള്ളത് അപ്പോൾ വന്നാൽ ന്യൂമറേറ്ററിൽ dx x log x താഴെ dx divided by x log x. ഇപ്പോൾ നോക്കിയേ a function of y into dy equal to another function of x into dx or f of y dy is equal to f of x dx. That means variable separable formula or this is separable formula. Variable separable formula. ഈ variable separable formula ആണ് what is solution? Solution obtained by direct integration. Then integrating both sides. That is solution is integral dy divided by y is equal to here also integral dx divided by x log x. This is the solution. And again you integrate this one right side. Every time integrate ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക. Let log x is equal to u എന്ന് എടുക്കുക. If log x is equal to u on differentiation 1 by x log x derivative of log x 1 by x into dx is equal to du. ഈ 1 by x dx ഇത്രയല്ലേ 1 by x dx അതെന്താ du. ഓക്കെ, അന്നേരം എന്താ വരുന്നത്? ഇത് ഇന്റഗ്രൽ dy divided by y is equal to here 1 by x dx ഇത്രയും നമ്മൾ du divided by log x du divided by log x means u du by u. ഇപ്പം ഇന്റഗ്രേറ്റ് ചെയ്താൽ what is integral of 1 by y? The log y is equal to the integral 1 by u log u plus u integrating constants. In this table that is log y minus log u is equal to 0. Again
ഇനി log a minus log b is equal to log of a by b. That is log y divided by u is equal to c. ഇനി log y by u is equal to c ക്ക് സൊല്യൂഷൻ y ആണ് കിട്ടേണ്ടത്. ആ log ഒഴിവാക്കാൻ വേണ്ടി ആന്റി ലോഗ് കൺസിഡർ ചെയ്യാം. ആന്റി ലോഗ് മീൻസ് ടേക്ക് e raised to value. Therefore y divided by e raised to log y by u is equal to e raised to c. ഇനി e raised to log ഏതെടുത്താലും ആ ടൈപ്പ് തന്നെയാണ്. e raised to log x is equal to x. e raised to log y by u is equal to y by u. That is y by u is equal to e raised to c. Okay? Then y is equal to ഈ u യുടെ പ്രത്യേകത. എന്നാൽ e raised to c means it is a constant. ആ കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യുക c1 എന്ന് എഴുതുക. അന്നേരം c1 y is equal to c1 into u. What is u? u is equal to log x. Or y is equal to c1 log x is the solution of this given differential equation. So again, അടുത്തത് ഈ പ്രോബ്ലം. Solve the differential equation. അഞ്ചാമത്തെ പ്രോബ്ലം. Solve the differential equation y dash minus 2 divided by x into root of y minus 1 is equal to 0. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. Partial derivatives exist either, that means the first order ordinary differential equation. Then y dash is dy by dx. That is given dy by dx is equal to 2 divided by x. It is not 2 by x into root of y minus 1. So again, then അതിനെ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. ഏതാ y dy ഒരുമിച്ച് x dx. അതിനെന്തായിരിക്കും dy ഈ റൂട്ട് ഓഫ് y മൈനസ് 1 എന്ന ടൈം എന്തായിരിക്കുന്ന y ഉള്ള ടൈമാണ്. ആ ടൈമിൽ എന്ത് ചെയ്യാൻ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. എന്നാൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഡിവൈഡ് ചെയ്യും. dy ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 by x. ഇനി dx ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 2 by x into dx അഥവാ 2 dx by x. ഓക്കെ, dy ഒരിക്കലും എന്തായിരിക്കുന്ന dx dy ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ചെയ്യുന്നത് dy എപ്പോഴൊക്കെ കൊണ്ടുവരാതെ റൂട്ട് ഓഫ് y മൈനസ് 1 ഇപ്പം കൊണ്ടുവരുന്നത്. കാരണം dx by x ന്റെ ഇന്റഗ്രൽ അറിയാം, ഒരിക്കലും x by dx ന്റെ ഇന്റഗ്രൽ അറിയത്തില്ല. ഇന്റഗ്രൽ ഓഫ് ഒരിക്കലും dx dy അവിടെ വരില്ല, ഡിനോമിനേറ്ററിൽ വരില്ല. അന്നേരം dy ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 by x into dx. ഇതിൽ നോക്കിക്കേ, a function of y into dy, function of x into dx. That is x ന്റെ ടൈംസും dx ഉം y ന്റെ ടൈമും dy സെപ്പറേറ്റ് ചെയ്യും. That is in variable separable form. If the given differential equation is in variable separable form, the solution is y is equal to, then the solution obtained by direct integration. Then on integration, the solution is integral dy divided by root y minus 1 is equal to 2 into constant take outside into dx by integral dx by x. Okay, this integrating 2 root of y minus dy divided by root of y minus 1. That integrating, consider the substitution. Let y minus 1 is equal to u. Y minus 1 is equal to u, then on differentiation, y derivative dy, 1 derivative 0. Then dy is equal to du. Okay. Now I will tell you dy the integral dy du divided by this is root of y minus 1 is u. The integral du by root u is equal to 2 into integral dx by x. What is integral 1 by root u? 1 by root x in integral. Integral 1 by root x is equal to 2 root x plus c. 2 root x. And then 1 by root u into integral 2 root u is equal to 2 root u is equal to 2 into 1 by x in the integral log x plus c. Then other end here, 2 versus 2 കൊണ്ട് divide. 2 കൊണ്ട് divide ചെയ്താൽ ലെഫ്റ്റ് സൈഡ് വരുന്ന വാല്യൂ എന്താണ്? റൂട്ട് u means എന്താണ്? u is equal to y minus 1. That is root of y minus 1 is equal to ഇവിടെ 2 കൊണ്ട് divide ചെയ്താൽ log x plus c by 2. ആ c by 2 നെ u by c1 എന്ന് എഴുതുക. c by 2 അത് c1. Then 2 വശത്ത് സ്ക്വയർ ചെയ്യും. ഈ റൂട്ട് അങ്ങോട്ട് പോകും. 2 വശത്ത് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ that is y minus 1 is equal to ഇവിടെ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്താൽ റൂട്ട് ഓഫ് x ന്റെ സ്ക്വയർ x root of y minus 1 ന്റെ സ്ക്വയർ y minus 1. That is y minus 1 is equal to log x plus c1 all square. ഇനി ആ 1 കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുവരും. Therefore solution is given by y is equal to log x plus c1 all square. ഈ 1 അപ്പുറത്തേക്ക് plus 1. Or this y is equal to c1 plus log x all square plus 1 is the solution of this differential equation.
എന്നാൽ ഈ രണ്ട് പ്രോബ്ലങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്തിട്ട് ഇത് മൊത്തം എന്ത് ചെയ്യണം, നോട്ടിലേക്ക് പകർത്തുക. രണ്ട് പ്രോബ്ലങ്ങൾ പകർത്തുക. then അടുത്തൊരു പ്രോബ്ലം, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x plus 2y dash is equal to xy. x plus 2y dash is equal to xy is a first order differential equation, no partial derivative. That means the given equation is first order ordinary differential equation. That is given x plus 2 into y dash means dy by dx is equal to xy. എന്താ നോക്കുന്നത്, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എക്സാമിൽ എന്തായിരുന്നു, വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് മീൻസ് എന്തായിരിക്കുന്നതാണ്, എക്സ് ഉള്ള ടൈംസ് എല്ലാം ഒരു വശത്തേക്ക്, വൈയും ഡി വൈ എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ ഡി വൈ, ഈ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, ഒരിക്കലും ഡി വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്, കാരണം വൈ ഡിവൈഡ് ബൈ ഡി വൈ എന്നാണ്. ഒരിക്കലും നമുക്ക് എന്തായിരിക്കുന്നത്, ഡി വൈയോ ഡി എക്സോ ഒരിക്കലും ഡിനോമിനേറ്റർ വന്നാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെറിവേറ്റീവ് എപ്പോഴും ന്യൂമറേറ്ററിലേ വരുള്ളൂ, ഡി എക്സും ഡി വൈയും. ദാറ്റ് ഈസ് ഡി വൈ ഡിവൈഡഡ് ബൈ വൈ, വൈ ഇപ്പുറം ഈസ് ഈക്വൽ ടു എക്സ്, ഈ ഡി എക്സ് വന്നാൽ ഇൻറ്റു ഡി എക്സ്, എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ അതിൽ വരുമ്പോൾ ഡിവൈഡ് ചെയ്യും, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇപ്പോൾ ഏത് ഫോമിലായി, ദിസ് ഇസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. എ ഫംഗ്ഷൻ ഓഫ് വൈ ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് എക്സ് ഉള്ള ടൈമിൽ ഡി എക്സ് ഒരുമിച്ചായി, വൈ ഉള്ള ടൈമിൽ ഡി വൈ ഒരുമിച്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. If the differential equation is variable separable form, solution obtained by direct integration. Then integrate both sides. Integrate the solution is integral dy divided by y equal to your right side integral x dx divided by x plus 2. Okay. ഇനി ഈ 1/y ഇന്റഗ്രൽ നമുക്ക് അറിയാം ഡയറക്റ്റ് ആയിട്ട്. വാട്ട് ഈസ് 1 ഇന്റഗ്രൽ, log y ആണ്. പക്ഷേ ഇത് x ഡിവൈഡ് ബൈ x plus 2 എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഡിവൈഡ് ബൈ ഫസ്റ്റ് ഡിഗ്രി ആണ്. അത് ന്യൂമറേറ്റർ ഡിഗ്രി ഡിനോമിനേറ്റർ ഡിഗ്രി എന്തായിരിക്കുന്നതാണ്, ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്ന മാർഗം, എന്തായാലും പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യും, ആ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് എന്നുള്ളതിനെ എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് എക്സ് മീൻസ് എക്സ് പ്ലസ് 0. ആ എക്സ് പ്ലസ് 0യെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ആദ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 1 അല്ലേ, എന്നാലും 1 എഴുതി, ഈ 1 ഇൻറ്റു എക്സ് പ്ലസ് 2 minus c, x cancel 0 minus 2 minus 2. That is when x is divided by x plus 2, the quotient is 1 and remaining is minus 2. Therefore, what is x divided by x plus 2? X divided by x plus 2 is equal to the quotient minus 2. ആ സിസ്റ്റത്തെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, x plus 2. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, x divided by x plus 2 എന്നുള്ളതിന് x is equal to x plus 2 minus 2 എന്ന് എഴുതും. x plus 2 minus 2. അങ്ങനെ x plus 2 divided by x plus 2 is 1. മറ്റെന്താ, minus 2 minus 1 അല്ലേ, x plus 2 minus 2. അങ്ങനെ x plus 2 divided by x plus 2 1. അടുത്തത് ഒരു minus 2 divided by x plus 2 അങ്ങനെ ചെയ്താൽ മതി. Therefore 1 solution given by integral dy divided by y is equal to 1 into integral, ഈ ഇന്റഗ്രൽ വാല്യൂ ഇതായിരിക്കും, ഇതിന്റെ വാല്യൂ ഇതാണ്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. Integral 1 is integral dx, integral 2 divided by x plus 2 dx. Okay, then log y, integral of 1 by y divided log y is equal to integral dx x minus 2. Then 1 divided by x plus b formula is 1 divided by x plus b, 1 divided by first degree means log ആണ്. Then log of x plus 2 into ax, a യുടെ വാല്യൂ 1 ആണ്, then divided by a എന്നുള്ളത് 1 ആയിരിക്കും. And that is dA log y is equal to x minus 2 into log x plus 2 plus a. Okay, 1 divided by first degree എപ്പോഴും എന്തായിരിക്കുന്നതാണ്, log. പിന്നെ ആ ഡിവൈഡഡ് ബൈ മൈനസ് ഡിവൈഡ് ബൈ എന്തായിരിക്കും, a എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് log y, ഈ ടൈം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് log x plus 2 സ്ക്വയർ. ഇനി 2 log x plus 2 മീൻസ് m into log a is equal to m log a is equal to log of a raised to m. അങ്ങനെ 2 log a is equal to log of a square എന്നല്ലേ വരും. അങ്ങനെ 2 log x plus 2 is equal to log x plus 2 square. അതിപ്പോൾ log x plus 2 square is equal to x plus a. Then this is in the form log a plus log b. What is log a plus log b? Log a plus log b is equal to log of a into b. That is log of y into x plus 2 square. Log a plus log b is log a into b.
log of y into x plus 2 square is equal to x plus 1. ഇനി ഈ ലോഗരിതം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ രണ്ട് വശത്തും ആന്റി ലോഗരിതം എടുക്കുക. ആന്റി ലോഗരിതം എടുക്കാന്ന് പറഞ്ഞാൽ e raised to, that is e raised to log y into x plus 2 square is equal to e raised to x plus 1. What is e raised to log? e raised to log x is equal to x. എന്നാൽ e raised to log of y into x plus 2 square എന്ന് പറഞ്ഞാൽ y into x plus 2 square is equal to e raised to x plus 1. Then what is y? y into x plus 2 square, ആ x plus 2 square അപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ that is equal to ഇത് e raised to x plus c means e raised to x into e raised to c. e raised to c യുടെ വാല്യൂ എന്താണ്? a constant c1 എന്ന് എഴുതി. എന്നാൽ that is c1 e raised to x divided by x plus 2 square. Or the solution of this given differential equation is y is equal to c1 e raised to x divided by x plus 2 square. Okay, ഇത് e raised to x plus c എന്നാണ്. e raised to x plus c means e raised to x into e raised to c. e raised to x into e raised to c ഒരു കോൺസ്റ്റന്റ് ആണ്, അതാണ് c1 എന്ന് എഴുതി. c1 e raised to x divided by x plus 2 square. അതാണ് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. സിമിലർലി കൺസിഡർ ദിസ് പ്രോബ്ലം. ഏതാണ് പ്രോബ്ലം ആയിട്ട്? കാരണം ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്യുന്ന കണക്കുകളൊക്കെ എന്താ ഇന്റഗ്രേഷൻ, അങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അതൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കണക്കുകൾ ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ എല്ലാ മെത്തേഡ് ഏകദേശം എല്ലാ മെത്തേഡിലുമാണ്. Then this problem, solve the differential equation y dash minus 2x e raised to y square is equal to y into y dash. That means given differential equation is y into y dash is dy by dx equal to minus 2x e raised to y square അപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ 2x e raised to y square. Okay, that is y into dy by dx is equal to 2x e raised to y square. What is the order of the differential equation? അപ്പോൾ y dash ന്റെ മാത്രം ഓർഡർ വേണം അല്ലേ? ഇനി dy by dx മാത്രമേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്നാൽ ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എക്സിൻ്റെ കൂടെ ഡി എക്സും ഡി വൈയുടെ കൂടെ വൈ എല്ലാം കൂടെ എഴുതാൻ പറ്റുമോ നോക്കുക. അതിന് ചെയ്യുന്ന മാർഗ്ഗം എക്സും ഡി എക്സും എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരും. സിമിലർലി ദ ടൈപ്സ് ഓഫ് വൈ ആൻഡ് ഡി വൈ ആർ ഓൾസോ ടേക്കൻ ടു ദ അതർ സൈഡ്. എന്നാൽ ഇതിനകത്ത് എന്ത് ചെയ്യണം? വൈ ഡി വൈ ഈ e raised to y square ഇപ്പോൾ കൊണ്ടുവരും. into e raised to y square ഇപ്പോൾ വരുന്ന ഡിവൈഡഡ് ബൈ e raised to y square ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 2x ഈ dx വരും. 2x dx y dy divided by e raised to y square is equal to 2x into dx. ഇപ്പോൾ നോക്കിയാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ലേ? a function of y into dy equal to another function of x into dx, that is in variable separable form. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായാൽ ഇന്റഗ്രേറ്റ് ചെയ്ത സൊല്യൂഷനായി ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. അന്നേരം സൊല്യൂഷൻസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രൽ y dy divided by e raised to y square equal to 2 constant outside 2 into integral x dx. ഓക്കെ, ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇത് e raised to y square ഡിനോമിനേറ്റർ ആണ്. അന്നേരം y square is equal to u എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ y square is equal to u ആയാൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y dy is equal to du. Okay, 2y into dy is equal to du. From this y dy യുടെ വാല്യൂ എന്താണ്? du by 2. അന്നേരം y dy ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ du divided by 2 1 by 2 ഔട്ട്സൈഡ് എടുക്കും. y dy is equal to du by 2 du divided by 2. അന്നേരം ഇതിന്റെ വാല്യൂ du divided by 2 then e raised to y square u equal to 2 into integral x dx. Okay, therefore 1 by 2 into e raised to 1 by e raised to u എന്ന് പറഞ്ഞാൽ എന്താ? e raised to minus 2 അല്ലേ? 1 divided by a raised to m is equal to a raised to minus m. 1 divided by x square is equal to x raised to minus 2. Similarly 1 divided by e raised to is equal to e raised to minus u du. Now integral e raised to minus u du is equal to 2 into integral x dx. Okay, that is 1 by 2. e raised to ഏത് വന്നാലും ഇന്റഗ്രൽ തന്നെ സെയിം. അതാണ് e raised to minus u into integral e raised to minus u. പക്ഷേ ഈ മൈനസ് യുവിന്റെ ഡെറിവേറ്റീവ്, ആ മൈനസ് യുവിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1. ആ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. e raised to x plus b is equal to integral e raised to x plus b divided by a എന്ന് വരും. എന്നാൽ e raised to minus u integral e raised to minus u. then ഈ മൈനസ് യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ചെയ്യും ഈക്വൽ ടു മൈനസ് 1. ആ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇവിടെ e raised to u മാത്രമായത് എന്തായിരിക്കും? e raised to u ന്റെ ഇന്റഗ്രൽ e raised to u തന്നെ. എന്നാൽ e raised to 1 by 2 e raised to minus u divided by minus 1 is equal to 2 into integral of x square by 2 plus. Okay, then
minus 1 by 2, then minus 1 by 2, minus 1 by 2, then e raised to minus x. E raised to minus x is 1 divided by e raised to x. X raised to minus 2, 1 divided by x square. X raised to minus n, 1 divided by x raised to n. And e raised to minus 2 is 1 divided by e raised to u. Then minus a minus 1 by 2, denominator of e raised to u. E raised to minus u, denominator like e raised to u is equal to x square. Second. Then e raised to u, but denominator of e raised to u from the numerator like that is e raised to u is equal to minus 1 by 2 e x square plus e denominator 1 by 2 e x square plus. Okay. From this e raised to u is equal to e raised to u e raised to u is equal to minus 1 by 2 into x square plus. That is e raised to u into what is u? U is equal to y square. The e raised to y square is equal to minus 1 divided by 2 x square plus. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? നമുക്ക് ലോഗരിതം എടുക്കാൻ വേണ്ടിയിട്ട് ലോഗരിതം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. log of e raised to y square is equal to this one. log of e raised to y square is equal to y square തന്നെയാണ്. എന്നാൽ y square is equal to log of minus 1 by 2 divided by x. അതല്ലെങ്കിൽ the solution is e raised to y square is equal to minus 1 by denominator of the 2 e x square plus e denominator. ഈ പ്രോബ്ലം ഇത് രണ്ടും ഈ ആറാമത്തെ പ്രോബ്ലം ഏഴാമത്തെ പ്രോബ്ലം എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും അത് നോട്ടിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യുക. ഇതും നോട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞു. Then this problem solve the initial value problem dr by dt plus tr is equal to 0. നേരത്തെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കുന്ന എക്സും വൈയും ആയിരുന്ന വേരിയബിൾസ്. ഹിയർ dr by dt plus tr is equal to 0. Given the initial condition when where r of 0 is equal to r0, that means which are the variables here? dr by dt means r is a function of t. r theta എന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, പ്ലോട്ട് ഫോം r and theta. അതുപോലെ ഇവിടെ r and t ആണ്. അന്നേരം y and x and y എന്നുള്ളതിന് പകരം എന്തായിരിക്കണം? ഹിയർ r and t. r is the which variable? Dependent or independent? Now dr by dt എടുത്താൽ r is the dependent variable and t is the independent variable. Okay. Even r of 0 is equal to r0. r of 0 is equal to r0 means when t is equal to 0. Now t യുടെ വാല്യൂ 0 ആയാൽ r ന്റെ വാല്യൂ എന്തായിരിക്കും? r0 ആയിരിക്കും. Now x ഉം y ഉം എന്നുള്ള വേരിയബിൾസ് മാറി വേറൊരു പ്രോബ്ലം r and t പോളാർ ഫോമിൽ വരും. Given what is given? dr by dt. dr by dt is equal to bring tr to the right hand side, then minus tr. ഇനി അടുത്ത വേരിയബിൾസ് ഏതൊക്കെയാണ്? r ഉം t ഉം. അതിന്റെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആറിന്റെ കൂടെ dr വരണം, പിന്നെ dt-യുടെ കൂടെ t-യുടെ എക്സും വരണം. എന്നാൽ ഇവിടെ നീ r പുറത്തേക്ക് കൊണ്ടുവരിക. That is dr by r is equal to dr divided by r is equal to minus t dt. ഇതിപ്പോൾ എന്തായാലും വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തില്ലേ? r dr ഒരുമിച്ചായി, t യും dt ഒരുമിച്ചായി. That is variable separable form. Okay. If this is in variable separable form, the solution is solution is given by direct integration. That is integral dr by r is equal to integral minus t dt. Minus outside. Then 1 by r integral. 1 by x integral of 1 by x is equal to log x. Then log r is equal to minus t integral of t square by 2 plus 1. Okay. That's the equation. That's the solution. Then what is given? Even r of 0 is equal to r0. r0 is equal to r0 means when t is equal to 0, the value of r is equal to 0. That is in this solution, you take t is equal to 0, then r is equal to r0. That is r when the given initial condition r of 0 is equal to r0. That is when t is equal to 0, r is equal to r0. And t is equal to log r0. T is equal to log r0. C യുടെ വാല്യൂ കിട്ടി. ഇനി ആ ടേബിൾ ഇങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പുറത്തേക്ക് വന്നാൽ log r minus log r0 is equal to minus t square by 2. Okay. The c യുടെ വാല്യൂ കൊടുത്ത ഈക്വേഷൻ ആണ് log r is equal to minus t square by 2 plus log r0. ഇനി log r0 ഇട്ട് വന്നാൽ log r minus log r0 is equal to minus t square by 2. Then what is log a minus log b? Log of a by b.
log of a by b means log r divided by r0 is equal to minus t square by 2. Okay, then from this anti-log എടുക്കുക. Anti-log എടുക്കുക e raised to എടുക്കുക എന്നർത്ഥം. എന്നാൽ e raised to എടുത്താൽ എന്ത് വരും? ഏതാ ഇത് e raised to log r divided by r0. e raised to log r divided by r0 means r divided by r0 is equal to a right side e raised to minus t square by 2. Okay, or r is equal to r0 into e raised to minus t square by 2. അതായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. Okay, r is equal to r0 into e raised to minus t square divided by 2. ശരിയല്ലേ? when t is equal to 0, r ന്റെ വാല്യൂ r0 ആണ്. ഇവിടെ t വരുന്നത് 0 കൊടുക്കും. എന്നാൽ log r0 is equal to c കിട്ടി. ആ c യുടെ വാല്യൂ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കി സിമ്പിൾ. ഓക്കേ, ഇനി അതുപോലെ തന്നെ ബാക്കി ഈ ക്വസ്റ്റ്യൻ കണക്കുകൾ ഒന്ന് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് y dash minus 2y plus a is equal to 0. അതുപോലെ രണ്ടാമത്തത് 2y dash is equal to y cot x. മൂന്നാമത്തെ കണക്ക് y dash is equal to 1 plus x into 1 plus y square. 4 y dash is equal to minus cosecant y. ഈ അഞ്ചാമത്തെ പ്രോബ്ലം y minus y dash minus 1 by 2 sin square x is equal to 0. ആ കണക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്കുകളായിട്ട് ഇത് ചെയ്യുക. പിന്നെ ആദ്യം ഇത് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് മൊത്തം എന്ത് ചെയ്യണം? നോട്ടിലേക്ക് പകർത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി വ്യാഴാഴ്ചയാണ് നമ്മളെന്ത് പറയുന്നത് ഓൺലൈൻ പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച എല്ലാവരും ഓൺലൈനിൽ ഉണ്ടാകുക. ഓൺലൈൻ വരുമ്പോൾ എന്ത് വേണം? നിങ്ങൾ ആ നോട്ട് കൂടെ കയ്യിലുണ്ടാവണം. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന നോട്ട്. ആദ്യത്തെ 2 ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത നോട്ട് എടുക്കാനാണ് പറഞ്ഞത്. കഴിയുമെങ്കിൽ അതിന് ശേഷമുള്ളത് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2 ക്ലാസ്സിലെ നോട്ടുകൾ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട് കൂടെ എന്ത് ചെയ്യണം? നാളെ ക്ലാസ്സിലുണ്ടാകും. ഓക്കെ, അപ്പം ഇതൊന്നും എല്ലാവരും സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നോട്ടിലേക്ക് പകർത്തുക. ആ ഹോംവർക്ക് ചെയ്യുക.